ഹലോ, ഇത് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം മിറേഴ്സ് ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ലിക്വിഡ് എംബ്രോയിഡറി ആണ്. ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൽ പീച്ച് കളറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഇതുപോലുള്ള ഡയമണ്ട് മിറേഴ്സ് ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. ഇതിപ്പോൾ നെക്കിലോ ചെസ്റ്റ് പോർഷനിലോ എവിടെയാണെങ്കിലും യോക്കിലായിട്ട് ചെയ്യാം, അങ്ങനെ എവിടെ വേണമെങ്കിലും ചെയ്യാവുന്ന ഡിസൈനാണ്. അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഔട്ട്ലൈൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് അധികമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് അധികം ഇതിൽ അപ്ലൈ ചെയ്തു. ഇനി നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് ഔട്ട്ലൈനും കൂടെ ആയിട്ട് വരും. നമുക്കിത് വെച്ച് കൊടുക്കാം. കറക്റ്റ് ഒരു മിഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് പുറത്തേക്ക് ഇതുപോലെ വരും. അപ്പോൾ ഒരു മിറർ വർക്ക് നമ്മൾ ത്രെഡ് കൊണ്ട് ചെയ്ത പോലെ തന്നെ വരും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അടുത്ത് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചുറ്റുമുള്ള ഡിസൈൻസ് ചെയ്യാം. ഇത് കുറഞ്ഞു പോയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഇതുപോലെ ഇത് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉള്ള ഹാൻഡ് എംബ്രോയിഡറി ലിക്വിഡ് എംബ്രോയിഡറി ആണ്. അപ്പോൾ അത് വെച്ച് കുറച്ചൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഇത് ഉണങ്ങുമ്പോഴേക്കും നന്നായിട്ട് വരും. അപ്പോൾ ഇത് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ഡബിൾ ഷെയ്ഡുള്ള നൂലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മിററാണ് എടുത്തേക്കുന്നതുകൊണ്ട് അതേ ഷേപ്പിലാണ് ഡിസൈനും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഈ സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാലും മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്.
കണ്ടോ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ മിറർ വർക്ക് ഇപ്പോൾ റൗണ്ട് ഷേപ്പിലെ മിറർ ആയാലും ഏത് മിറർ ആയാലും ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നെക്കിലായാലും സ്ലീവ്സിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, യോക്ക് പോർഷനിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈസി ഒരു ഡിസൈനാണ്. മിറർ വർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.